ഇടുക്കി വണ്ടിപ്പെരിയാർ ഗ്രാമ്പിയിൽ ജനവാസ മേഖലയിൽ ഇടിവരുത്തിയ കടുവയെ മയക്കുവെടി വെച്ചെങ്കിലും വനപാലക സംഘത്തിന് നേരെ ചാടി വീണ കടുവ വെടിയേറ്റതിനെ തുടർന്ന് ചത്തു. പ്രദേശത്തെ തേയിലത്തോട്ടത്തിനുള്ളിലായിരുന്ന കടുവ വെറ്റിനറി ഡോക്ടറായ അനുരാജിന്റെയും അനുമോദിന്റെയും നേതൃത്വത്തിലുള്ള സംഘമാണ് മയക്കുവെടി വെച്ചത്. രണ്ടാമതും മയക്കുവെടി വെച്ചപ്പോഴാണ് കടുവ ദൗത്യ സംഘത്തിന് നേരെ ചാടി വീണത്. ദൗത്യ സംഘത്തിൽപ്പെട്ട മനുവിന് നേരെയാണ് 6 അടി ഉയരത്തിൽ നിന്ന് കടുവ ചാടി വീണത്. ഇതിനെ തുടർന്ന് പ്രാണരക്ഷാർത്ഥം ദൗത്യ സംഘം വെടിവെച്ച് വീഴ്ത്തുകയായിരുന്നു. എന്നാൽ ആദ്യത്തെ മയക്കുവെടി കടുവയ്ക്ക് കൊണ്ടില്ലെന്നും അത് ചെടികൾക്കിടയിൽ മറിഞ്ഞിരിക്കുകയായിരുന്നുവെന്നും പറയപ്പെടുന്നു. ഇതിനെ തുടർന്നാണ് രണ്ടാമത് മയക്കുവെടി വെച്ചത്. തുടർന്നാണ് കടുവ ദൗത്യ സംഘത്തിന് നേരെ ചാടി വീണത്. വനപാലക സംഘത്തിലെ മനുവിന് ശാരീരികമായി പരിക്ക് ഏറ്റിട്ടില്ലെങ്കിലും ഇയാളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. 2 ദിവസമായി കടുവയെ മയക്കുവെടി വെച്ച് പിടികൂടുവാനുള്ള ശ്രമങ്ങൾ വനംവകുപ്പിന്റെ പ്രത്യേക ദൗത്യ സംഘം നടത്തിയിരുന്നു. ഞായറാഴ്ച നടത്തിയ പരിശോധനയിൽ കടുവ മറ്റൊരു സ്ഥലത്തേക്ക് മാറിപ്പോയതായി തിരിച്ചറിഞ്ഞു. തുടർന്ന് വിവിധ മേഖലകൾ കേന്ദ്രീകരിച്ച ഞായറാഴ്ച ഏറെ വൈകിയും വനപാലകർ തെരച്ചിൽ തുടർന്നെങ്കിലും കണ്ടെത്തുവാനാകാതെ വന്നതോടെ മയക്കുവെടി വെക്കുവാനുള്ള ദൗത്യം താൽക്കാലികമായി അവസാനിപ്പിക്കുകയായിരുന്നു. പിന്നീട് തിങ്കളാഴ്ച രാവിലെ തന്നെ വനം വകുപ്പ് സംഘം സ്ഥലത്തേക്ക് എത്തിയ ശേഷം മയക്കുവെടി വെക്കുകയായിരുന്നു. ഡ്രോൺ ഉൾപ്പെടെ ഉപയോഗിച്ചായിരുന്നു തെരച്ചിൽ. ഞായറാഴ്ച രാവിലെ മുതൽ തന്നെ ഹൈറേഞ്ച് സർക്കിൾ ചീഫ് കൺസർവേറ്റർ AR അരുൺകുമാർ, ഈസ്റ്റ് ഡിവിഷൻ ഡെപ്യൂട്ടി ഡയറക്ടർ IS സുരേഷ് ബാബു, LR തഹസിൽദാർ SK ശ്രീകുമാർ, റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർമാരായ K ഹരിലാൽ, ബെന്നി ഐക്കര എന്നിവരുടെ നേതൃത്വത്തിൽ വനം വകുപ്പ് സംഘം സ്ഥലത്ത് ക്യാമ്പ് ചെയ്തായിരുന്നു പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചിരുന്നത്. ന്യൂസ് ബ്യൂറോ, പീരിമേട്.